താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്ന്. കുളച്ചിൽ യുദ്ധം നടന്നത് 1748-ലാണ്. 2. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. 3. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. 4. ഡച്ചു ഗവർണറായിരുന്ന വാൻറിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിനാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം ഓപ്ഷൻ സി അമരാവതി. എ.പി.ജെ. അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 1. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. 2. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 3. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. 4. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വി.പി. മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാര്? ആൻസർ ഓപ്ഷൻ ബി റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് കെ രാജൻ. പ്രസ്താവന 1. സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാപ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 2. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. ഉത്തരം ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ഉത്തരം ഓപ്ഷൻ സി മസാറെൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യയുടെ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി സി.എസ്. മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 2. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. 3. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. 4. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1950. WTO നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ 1948. ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ എ IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ. 1. ഗൾഫ് യുദ്ധം. 2. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്. 3. ഉയർന്ന ഫിസ്കൽ കമ്മി. 4. പെട്രോളിയം ഉത്പന്നങ്ങളുടെ വില വർധനവ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഉത്തരം ഓപ്ഷൻ സി ശക്തികാന്ത ദാസ്. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്നു പറഞ്ഞുകൊണ്ടാണ്
ആമുഖം തുടങ്ങുന്നത്? 2. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. 3. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഉത്തരം ഓപ്ഷൻ സി ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 2. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 3. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഉത്തരം ഓപ്ഷൻ എ ഓൺലി 1 and 2. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. 2. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. 3. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 3. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് 1, 2 and 3. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. 2. മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണിവ. 3. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ 1 and 3. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? 1. ഏക പൗരത്വ നിയമം. 2. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 3. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി ഓൺലി 1 and 2. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 3. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 2 and 3. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 2. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. 3. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? 1. വിദേശകാര്യം. 2. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. 3. കൃഷി. ഉത്തരം ഓപ്ഷൻ ഡി ഓൺലി 1 and 2. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. 2. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. 3. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോവ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 2. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. 3. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ഓൺലി 2 and 3. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.